നല്ല രസമുള്ള പുഞ്ചിരി സമ്മാനിക്കുന്ന ചില മനുഷ്യരെ കണ്ടിട്ടുണ്ടോ? ഭയങ്കര രസമായിരിക്കും അവിടെ മുഖത്ത് കാണാൻ, അവരുടെ കണ്ണ് തിളങ്ങിയിരിക്കും. മീ ബെൻ. നല്ല പുഞ്ചിരി സമ്മാനിക്കുന്ന കണ്ണിൽ തിളക്കമുള്ള ചില മനുഷ്യരെ കണ്ടിട്ടുണ്ടോ? നമ്മൾ അവരിൽ ഒരാളാണോ? എങ്കിലൊരു കാര്യം പറയാം, നമ്മൾ ആ ചിരി സമ്മാനിക്കുന്ന ആളുടെ ജീവിതം അല്ലെങ്കിൽ ആ ഒരു ദിവസം നമ്മൾ സെറ്റാക്കി കൊടുക്കുക കേട്ടോ. ഞാൻ ആരെയും നോക്കി വലുതായിട്ട് ചിരിക്കാത്ത ആളായിരുന്നു. അത് അഹങ്കാരം തനിക്ക് പിടിച്ചിട്ടൊന്നുമല്ല. ഞാനിങ്ങനെ ആൾക്കാർ വിചാരിക്കും തൻ്റെയാണോ അല്ലെങ്കിൽ അഹങ്കാരമാണെന്ന് വിചാരിക്കും. പക്ഷെ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കും, ചിരിക്കാൻ മറക്കും. പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലായി, ചിരിയുടെ മാജിക്ക്. ഞാനിങ്ങനെ വഴി കൂടെ പോകുമ്പോഴൊക്കെ, ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. വഴിയിലൂടെ നടക്കുമ്പോൾ അല്ലെങ്കിൽ ജോലിക്കിടയിലാണെങ്കിലും ആരെങ്കിലും നമ്മളെ നോക്കി ചിരിക്കുമ്പോൾ ആ ചിരി എനിക്ക് തരുന്നൊരു പോസിറ്റീവ് എനർജി ഉണ്ട്. ആരുടെ മുഖത്തെ ആ ഒരു തിളക്കം തരുന്ന ഒരു 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 പുഷ് ഉണ്ട്. എന്താ പുഷ് എന്ന് പറഞ്ഞാൽ ആ ദിവസം മുന്നോട്ട് പോകാനുള്ള ഒരു ത്രഷോൾഡ്, എന്താ പറയുന്നതിന് പവർ എന്തോ പറയുന്നത് എനിക്കറിയില്ല. അത് പറയണമെങ്കിൽ ഒരു കറക്റ്റ് വാക്ക് കിട്ടുന്നില്ല. അപ്പം എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ചിരിക്കുക. എനിക്ക് തോന്നുന്നത് മനുഷ്യൻ്റെ ചിരി എന്ന് പറയുന്നത് ഭയങ്കര മനോഹരമാണ്. ബാക്കി ഏത് ജീവജാലങ്ങൾക്കും ഉണ്ടാകുന്ന ഒരു ക്യൂട്ട്നെസ്, അവർക്ക് ചിരിച്ചില്ലെങ്കിൽ ചില ക്യൂട്ടായിട്ടുള്ള മൃഗങ്ങൾ വരെ ഉണ്ടല്ലേ, പട്ടിക്കുട്ടി, പൂച്ചക്കുട്ടി, ഇവരൊന്നും ചിരിച്ചില്ലേലും ഭംഗിയാണ്. പക്ഷെ മനുഷ്യൻ തീരെ കുഞ്ഞിലല്ല, വളരുമ്പോൾ അവർക്കൊരു ക്യൂട്ട്നെസ് കിട്ടുന്നത് ഞാൻ ചിരിക്കുമ്പോഴാണ്. അവരുടെ മുഖത്താണ് ഈ ക്യൂട്ട്നെസ് എന്നല്ല പറയുന്നത് ഞാൻ, ആ ഒരു രീതിയിലുള്ള ക്യൂട്ട്നെസ് എന്ന് പറയുന്നത് ഭംഗി, മുഖത്തെ ഒരു ഭംഗി, തിളക്കം എല്ലാം നമുക്ക് ആ ചിരിയിൽ കിട്ടും. നമ്മൾ ചിരിക്കുമ്പോൾ അറിയാതെ തന്നെ നമ്മുടെ രണ്ട് കണ്ണുകളിലും മിന്നാമിന്നി മിനിങ്ങി നിൽക്കുന്നത് പോലെ തോന്നും അല്ലേ? ആ ഒരു തിളക്കം വേറൊരാളുടെ ലൈഫിൽ ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഒന്ന് ആലോചിക്കും, അവരുടെ ആ ജീവിതത്തിൽ ആ ഒരു ദിവസത്തെ മിന്നൽ മുരളി സൂപ്പർ ഹീറോ അല്ലേ? പറഞ്ഞ് ഇത്തിരി കൂടിപ്പോയെന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഒന്ന് ചിന്തിച്ചാൽ ഞാൻ പറഞ്ഞ ചെറുതായിട്ട് ശരിയായിരിക്കില്ലേ? ഒരു 75% അല്ലെങ്കിൽ ഒരു 80%. ഓക്കെ, അപ്പോൾ ചിരി സമ്മാനിക്കുക, സന്തോഷത്തോടെ ജീവിക്കുക. ഒറ്റ ലൈഫേ ഉള്ളൂ. ഈ മരിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മളെവിടെ പോകുന്നതെന്ന് പോലും നമുക്കറിയില്ല. വീണ്ടും ഒരു തിരിച്ചു വരവ് ഉണ്ടാവുമോ? ആ വരുന്ന സമയത്ത് നമ്മൾ ഈ കണ്ടവരെയൊക്കെ തന്നെ കാണുമോ? ഒന്നും അറിയില്ല. പിന്നെ ചിരിച്ച് ജീവിച്ചൂടെ. ഹാപ്പി നൈറ്റ്.